ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി ടു ഹിൽസ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിലേക്ക് ഏതെങ്കിലും ഒരു മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ഥിരം പോകുന്ന അമ്പലത്തിൽ പോകണ്ട, കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും ഞങ്ങളുടെ പേട്ട കർണാടക ബോർഡറിൻ്റെ അടുത്താണല്ലോ ഇരിട്ടി എന്ന് പറയപ്പെടുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് അടുത്തുള്ള കർണാടകത്തിലുള്ള ഒരു സുബ്രഹ്മണ്യൻ്റെ ടെമ്പിൾ നോക്കിയപ്പോൾ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കണ്ടത്. അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ പുറപ്പെട്ടു. ഇവിടെ എത്തിയതിന് ശേഷം വരുന്ന വഴിയുമാണ് ഈ അമ്പലത്തിനെ കുറിച്ച് കൂടുതലായി ഞങ്ങൾ മനസ്സിലാക്കിയത്. വളരെ പ്രശസ്തമായ കൊടകിലെ ഒരു സുബ്രഹ്മണ്യ ടെമ്പിളാണ് ശ്രീ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം. കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ സുബ്രഹ്മണ്യ എന്ന ഗ്രാമത്തിലാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാർത്തികേയൻ എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഗരുഡന്റെ ഭീഷണിയെ തുടർന്ന് ദിവ്യ സർപ്പമായ വാസുകിയും മറ്റ് സർപ്പങ്ങളും സുബ്രഹ്മണ്യന്റെ കീഴിൽ അഭയാർത്ഥികളായി എത്തിയതായി പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു. ശങ്കരാചാര്യർ തൻ്റെ മതപരമായ സഞ്ചാരത്തിനിടയിൽ കുറച്ചുനാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ആനന്ദഗിരി ശങ്കരവിജയ ആനന്ദഗിരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രശസ്തമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തന്നെയാണ് ഇവിടെ. സോ നിങ്ങൾക്കിവിടെ സന്ദർശിക്കാവുന്നതാണ്. ഞങ്ങൾ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് പകരം നേരെ ധർമ്മസ്ഥലത്തേക്കാണ് പോയത്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല. ധർമ്മസ്ഥലത്തിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഞങ്ങൾ അവിടത്തേക്ക് എത്തിച്ചേർന്നു. വന്ന ഉടനെ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ, ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ലോഡ്ജാണെന്ന് തോന്നുന്നു, 3 പേർക്ക് വേണ്ടിയിട്ട് 100 രൂപയാണ് ഞങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ട വന്നത്. അത്രേ ലോഡ്ജ് ഫീ ആയിട്ടുള്ളൂ. റൂം എടുത്തതിന് ശേഷം ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി. പിന്നീട് അവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള അന്നദാനം അമ്പലത്തിൽ തന്നെ ലഭിക്കും. അതും കഴിച്ച് ഞങ്ങൾ വീണ്ടും ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങുകയൊക്കെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. എന്തായാലും ധർമ്മസ്ഥലം വരെയൊക്കെ എത്തിയല്ലേ, നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് മൂകാംബിക ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി നൈറ്റ് തീരുമാനിച്ചു. രാവിലെ തന്നെ കുളിച്ച് ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പ് ആരംഭിച്ചു. ഒരുപാട് ഫോറസ്റ്റ് പാത്വേസ് ഉള്ള മൂകാംബിക ട്രിപ്പിൽ നമുക്ക് ഇത്തരത്തിലുള്ള മയിലിനെയൊക്കെ കുറേ കാണാൻ കഴിഞ്ഞു കേട്ടോ. മയിലും മാനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രാ വഴി മധ്യേ. നല്ല രസമുള്ളൊരു യാത്ര തന്നെയാണ് മൂകാംബിക യാത്ര.